നമസ്കാരം. ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഉടമയും നമ്മുടെ നാട്ടിലെ സാംസ്കാരിക രംഗത്ത് സജീവമായ ഗോകുലം ഗോപാലേട്ടൻ്റെ ജന്മദിനമാണ്. നിങ്ങൾക്കറിയാം, ഫ്ലവേഴ്സിൻ്റെ ചെയർമാനാണ് അദ്ദേഹം. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഔദ്യോഗികമായിട്ട് അല്ലെ ഔപചാരികമായിട്ടൊരു അഭിമുഖത്തിന് ഇരുന്നിട്ടില്ല. ഒരുപക്ഷെ ഗോപാലേട്ടൻ കടന്നു വന്ന വഴികളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കും പൊതുജനങ്ങൾക്കും പൊതുവേ മോഡൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു അഭിമുഖം. നമസ്കാരം ഗോപാലേട്ട. നമസ്കാരം. ഗോപാലേട്ട, ശരിക്കും ഞാൻ ആദ്യം പറയട്ടെ, ഈ ഗോകുലം എന്നുള്ള ഈ സ്ഥാപനം ഗോപാലേട്ടൻ തുടങ്ങുമ്പോൾ ഇതിന് ഇങ്ങനെ ഒരു പേര് കണ്ടുപിടിക്കാൻ കാര്യം എന്ത്? ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്. കൃഷ്ണഭക്തനാണ്. കൃഷ്ണഭക്തനാണ്. അപ്പം അവർ ഏറ്റവും ഇഷ്ടം, അവർ ജനിച്ചത് ഗോകുലത്തിലാണ്. അതുകൊണ്ടിട്ട് അതെ, അത് ആ ഗോകുലം എന്നുള്ള പേരിലാണ്. അങ്ങനെയാണ്. അല്ലെ, ഗോപാലേട്ടൻ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഗോകുലം ഗോപാലനായതുകൊണ്ട് നേരത്തെ തന്നെ ഈ പേര് അങ്ങനെ തന്നെയായിരുന്നു? ഗോകുലം ഞാൻ ചെറിയ പ്രായത്തിലേ എനിക്ക് ഗോകുലം എന്നുള്ള പേര് വലിയ ഇഷ്ടമാണ്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പശുക്കളൊക്കെ മേക്കാൻ പോകും. അച്ഛൻ എന്നെ പഠിപ്പിച്ച വലിയൊരു പ്രധാനപ്പെട്ട ഒരു വഴിയാണ് അത്. അപ്പം അച്ഛനായിരുന്നു ഈ ചിട്ടി എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം. ഗ്രാമത്തില് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. പിന്നെ ഏതെങ്കിലും കല്യാണ സമയത്തൊക്കെ സഹായിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇതിന് കാണുന്നത്. അതിൽ 10-100 പേര് അല്ല 50 പേര് അല്ലെങ്കിൽ 25 പേരെ ചേർത്തിട്ട് അവരടുത്ത് ചിലപ്പോൾ ഓരോ മാസത്തൊരു കാശ് വാങ്ങിയിട്ട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ പണം കൊടുക്കുന്ന ഒരു സിസ്റ്റായിരുന്നു. ലേലം പിടിച്ചെടുക്കുന്ന സിസ്റ്റായിരുന്നു. അതിന് കണക്കൊക്കെ എഴുതി കൊടുക്കുന്നത് ഞാനായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തല്ലേ. പിന്നെ സ്റ്റാഫ് എന്ന രീതിയിൽ ഞാൻ മദ്രാസിലേക്ക് പോയപ്പോൾ ആദ്യം ഞാൻ സ്റ്റാഫായിട്ടാണ് ജോലി ചെയ്തത്, ഒരു 20 ദിവസം. അപ്പോൾ സ്റ്റാഫായി കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. കാരണം വിശ്വസ്തനായിരിക്കണം, കമ്പനിയുടെ സ്നേഹം ഉണ്ടായിരിക്കണം, കമ്പനിയുടെ ഡെഡിക്കേറ്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്റ്റാഫിന് ഏറ്റവും നല്ല സ്റ്റാഫായി നിൽക്കാൻ പറ്റും. ഭാഗ്യത്ത് എനിക്ക് അങ്ങനെയുള്ള സ്റ്റാഫിനാണ് കിട്ടിയത്. കാരണം ഞാൻ ഒരു 15 ദിവസം ഒരു സ്ഥാപനത്തിൽ പണിയെടുത്തിരുന്നു. ഒരാഴ്ച കൊണ്ട് തന്നെ അതിന് ചുറ്റുമുള്ള ആളുകൾ, അതായത് ബോസിൻ്റെ വളരെ വിശ്വസ്തരായ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ എന്നോട് വന്ന് പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു. കാരണം ഇവിടെ ഞങ്ങൾ എന്താ പറയുന്നത് അതുപോലെ ചെയ്യണം, പിന്നെ ബാക്കി ഉള്ള ഒരു സമ്മർദ്ദത്തിന് വഴങ്ങരുത്, ഞങ്ങൾ എന്താ പറയുന്നത് അതുപോലെ ചെയ്യാൻ പാടുള്ളൂ, നിയമവും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കാം എന്നല്ല എനിക്കൊരു ഇൻട്രസ്റ്റ് തന്നു. ഞാൻ പറഞ്ഞ സത്യസന്ധമായ വഴിയിൽ മാത്രമേ ഞാൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, സ്റ്റാഫ് അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ മോശമായ രീതിയിലായിരുന്നു. കാരണം ഏതെല്ലാം രീതിയിൽ ബോസിനെ ചതിക്കാൻ പറ്റുന്നോ അതൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം അവരോട് തന്നെ ഉപദേശിച്ചു, നിങ്ങളെ ഇത് കാരണം എനിക്കിതൊന്നും അറിയില്ല, നിങ്ങൾ പരിചയമുള്ളവരാണ്, പക്ഷേ എനിക്ക് നാട്ടിലുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായിട്ടില്ലെങ്കിലും നമുക്ക് കമ്പനി നടത്താൻ പറ്റില്ല, എനിക്കറിയില്ല, പക്ഷെ നിങ്ങളത് വളരെ വിശ്വസ്തമായി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം എന്നെ മുതലാളി വിളിപ്പിച്ചു, ബോസ് എന്നെ വിളിപ്പിച്ചിട്ട്, നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നാണോ അല്ലെങ്കിൽ നീ ജോലി ചെയ്യാൻ വന്നാണോ എന്നൊരു ചോദ്യം ചോദിച്ചത്. ഞാൻ അല്ല സാർ, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. ശരി, ഇനിമേൽ അങ്ങനെ അവരെ ഇൻസ്ട്രക്ഷൻ ഒന്നും കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞ് തിരിച്ചു വിട്ടു. അപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഇയാൾ നല്ല പച്ചപ്പാവം മനുഷ്യനാണ്, സത്യസന്ധനാണ്, പക്ഷേ ഇവരെ കൂടെ നിന്ന് ചതിക്കുന്നവരാണ്. അവർ മുമ്പ് വലിയ രാജാവെന്നൊക്കെ പറഞ്ഞ് അവരെ കൂട്ടത്തിലൊരു അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി അവരെ ഇങ്ങനെ ഐസ് വെച്ച് ജീവിക്കുന്ന ഒരാൾക്കാരായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ പഠിച്ച ലേഡിയാണ്, നല്ല ലേഡിയാണ്. ഞാൻ അവരോട് വൈകുന്നേരം വീട്ടിൽ പോയി പറഞ്ഞു, കാരണം ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത് കാര്യം, ഇത്തരത്തിലുള്ള മോശങ്ങളുണ്ട് എന്നൊക്കെ. അപ്പം തന്നെ ശരി ഞാൻ പറയാം അവരോട്, ഞാൻ പറയാം നന്നായിട്ട് നോക്കുന്നെല്ലാം പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു. ഞാൻ പറഞ്ഞയച്ച് പിറ്റേ ദിവസം എന്നോട് ബോസ് വരാൻ പറഞ്ഞു, അയാളെ റൂമിലേക്ക് വരാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങനെ ആരെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങളെ വൈഫോടെ പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞതാണ്, മാഡം എന്നോട് പറഞ്ഞിരുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നോട് പറയണം, അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞതാണ്. അല്ല ഇങ്ങനെയാണെങ്കിൽ ശരിയാവില്ല സാറേ, എനിക്ക് ഇവിടുത്തെ
ഈ കാര്യത്തിന് ശരിയാവില്ല. ജോലി മതിയാക്കി. ഞാൻ ജോലി മതിയാക്കി എനിക്ക് തരണം. അതിങ്ങനെ ഒരു വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ സത്യം പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നെ ഇപ്പോൾ ഒഴിവാക്കുകയാണെങ്കിൽ എന്നെ ഒഴിവാക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ അന്ന് 16-ാമത്തെ ദിവസം അടുത്തൊഴി വന്നു. അപ്പോൾ ഒരു സ്റ്റാഫ് എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിൽ അതിന് തിരിച്ചിട്ടാണ് എന്നെ സംബന്ധിച്ചത് എനിക്ക് കിട്ടിയത്. ആദ്യ പാഠമായിരുന്നു. ആദ്യം എനിക്ക് കിട്ടിയ ഒരു സ്റ്റാഫ് എന്ന് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ്. അത് ഇന്ന് വലിയ ബിസിനസ്മാനായി മാറി. അങ്ങനെ ആ സ്റ്റാഫ് വളരെ കറക്റ്റായി സത്യസന്ധമായി ചെയ്തതിൻ്റെ പേരിൽ നമുക്കത് അപ്പോൾ ആ സ്റ്റാഫിനോടുള്ള പ്രതിപത്തി അവൻ്റെയോട് മാത്രമല്ല ആ സ്റ്റാഫോടുള്ള പ്രതിപത്തിയാണ് ഇങ്ങനെ സ്റ്റാഫ് മീറ്റിംഗ് എന്നുള്ള രീതി. കാരണം എൻ്റെ എന്ത് ഇതുണ്ടെങ്കിലും ആ സ്റ്റാഫിൽ നിന്നാണ് എനിക്ക് ആ പ്രചോദനം ഉണ്ടായത്. അപ്പോൾ സ്റ്റാഫിൽ നിന്നുണ്ടാകുന്ന പ്രചോദനത്തിന് പ്രോത്സാഹിപ്പിക്കാനുള്ളതാണ് എൻ്റെ ഈ പരിപാടി. ഈ ചേട്ടാ ഇതൊരു ഗോപാലേട്ടൻ്റെ ജന്മദിനമാണെങ്കിൽ സ്റ്റാഫ് ഡേ ആണ്, ഗോകുലം സ്റ്റാഫ് ഡേ ആണ്. ഞാൻ പറയുന്നത് കുറച്ചുകൂടെ നമ്മൾ ബാക്കിലേക്ക് പോവുക. ഇപ്പോൾ ഗോപാലേട്ടൻ 80കളിലെത്തി. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുന്നേ വടകരയിൽ നിന്ന് ഒരു സാധാരണക്കാരൻ ഒരു ഗോപാലൻ ചെന്നൈയിലേക്ക് നടത്തിയൊരു യാത്ര, അന്നത്തെ മദ്രാസ് ഒരു യാത്രയാണ് ഇപ്പോൾ ഈ ഗോകുലത്തിൻ്റെ ഈ ബിസിനസ് സ്ഥാപനത്തിൻ്റെ വളർച്ചയിലെത്തി നിൽക്കുന്നത്. അപ്പോൾ ഗോപാലേട്ടൻ എനിക്ക് അറിയാം ആദ്യകാലത്ത് തുടങ്ങി ചിട്ടിയിൽ ഗോപാലേട്ടൻ തന്നെ കടകളിലൊക്കെ സൈക്കിൾ ഓടിച്ചു പോയിട്ട് പിരിക്കുക. ഇന്നൊക്കെ ആൾക്കാർക്ക് ആലോചിക്കുമ്പോൾ അതൊക്കെ അല്ലാതെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. അപ്പം ആ ദിവസങ്ങൾ ഗോപാലേട്ടൻ്റെ ഓർമ്മയിലുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഗോപാലേട്ടൻ ഇങ്ങനെ ലളിതമായി ജീവിക്കാനും സാധാരണ മനുഷ്യരെ കണ്ട തിരിച്ചറിയാനും പറ്റുന്ന ആ ഒരു ബാല്യം ഗോപാലേട്ടനെ സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെ ആ യൗവനകാലം. അപ്പോൾ ഈ സൈക്കിൾ ഓടിച്ച് മദ്രാസിൽ നടക്കുന്ന ഒരു കാലമുണ്ടല്ലോ, അത് എങ്ങനെയാണ് ഗോപാലേട്ടൻ ഇന്നിപ്പോൾ ആലോചിച്ചെടുക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്. വളരെ അച്ഛനൊക്കെ കൃഷിയായിരുന്നു. ട്രെയിനിങ് എല്ലാ കാര്യങ്ങളും ഇപ്പം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു അച്ഛൻ. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നടത്തുന്ന നാട്ടിലൊരു രാഷ്ട്രീയക്കാരനായിരുന്നു, പ്രമാണിയായിരുന്നു. എന്നെ അച്ഛനൊരു നാട്ടിൽ ഒരു ലെക്ചറാക്കാനോ അല്ലെങ്കിൽ ഒരു അധ്യാപകനാക്കാനായിരുന്നു അച്ഛൻ ആ ലോകം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം നല്ലൊരു അധ്യാപകനാക്കാനുള്ള ആഗ്രഹമായിരുന്നു അച്ഛന്. എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനും ഈ സമയം ഗോപാലൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണല്ലേ? ശരിക്കും ഡിഗ്രി കഴിഞ്ഞ് BSc ആണ് പഠിച്ചത്. ഞാൻ BSc ആണ് പഠിച്ചത്. BSc മാത്സ് ആണ് പഠിച്ചത്. കൊണ്ട് ഗുണമുണ്ടായി ജീവിതത്തിൽ. അതെ, കാരണം ഞാൻ SSLC പഠിച്ചാൽ എയർഫോഴ്സ് പോകാൻ ശ്രമിച്ചു. അപ്പോൾ അച്ഛനും എൻ്റെ കൂട്ടുകാരൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു. അത് പോയി. പിന്നെ BSc പാസ്സാര് പിന്നെ ഇവിടെ നേവിയിലൊരു സെലക്ഷൻ ഉണ്ട്, അവിടെ പോയി നോക്കി, അതും കിട്ടി. പക്ഷേ ചെറിയ തകരാറുള്ളത് കൊണ്ടും അത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അങ്ങനെ ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നുണ്ട്. പക്ഷെ എന്നാലും മദ്രാസിൽ ഒരു സിനിമ പ്രേമമുള്ളത് കൊണ്ട് സിനിമ പിടിക്കാൻ വേണ്ടി പോയാണോ മദ്രാസിൽ? സിനിമ പിടിക്കാൻ പറ്റില്ല, സിനിമ അഭിനയിക്കാൻ. ഈ കുട്ടിക്കാലത്ത് നാടകങ്ങളൊക്കെ കാരണം 7ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ നാടകം അഭിനയിക്കുകയും നാടകത്തിൽ നമ്മൾ സംവിധാനം വരെ ചെയ്തു. പുതിയ ഭൂമി എന്ന ഒരു നാടകം ഞാൻ സംവിധാനം ചെയ്തു. എനിക്ക് ഡിസ്ട്രിക്ട് ബേസിൽ അവാർഡ്. പുതിയ ആകാശം പുതിയ ഭൂമിയാണോ? പുതിയ ആളല്ലേ, പുതിയ ഭൂമി എന്നതാണ്. അതായത് ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു നാടകമായിരുന്നു, സാമൂഹിക സാംസ്കാരിക നാടകമായിരുന്നു അത്. ഞാൻ അതിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ BSc പാസ്സായി. BSc പാസ്സായിട്ട് സിനിമ മോഹമുണ്ട്, എന്നാലും ജീവിക്കാനുള്ള എൻ്റെ സ്വന്തമായി ജീവിക്കണമെന്നുള്ള ആഗ്രഹം എനിക്ക്. ഈ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലായിരുന്നു കോളേജിൽ. അവിടെ സീനിയർ ആയിരുന്നു മുൻ മുഖ്യമന്ത്രി. PUC പഠിച്ചത് ബ്രണ്ണൻ കോളേജിൽ. പിന്നെ BSc പാസ്സായത് മടപ്പള്ളി കോളേജ്. മദ്രാസിലേക്കുള്ള ഗോപാലേട്ടൻ്റെ യാത്ര അതെനിക്കിപ്പോഴാണ് മനസ്സിലായത്, സിനിമ കമ്പം കൊണ്ട് യാത്ര ചെയ്താണെന്ന്. അപ്പോൾ ഇങ്ങനൊരു കാര്യം അന്നത്തെ കാലത്തൊക്കെ ഇതൊക്കെ വീട്ടിൽ പറയാന്ന് പറഞ്ഞാൽ അടിച്ച് ശരിയായി കളയുമല്ലോ. ആ ഒരു കാലത്തൊക്കെ സിനിമ കൂടി അല്ല വീട്ടിൽ അച്ഛൻ്റെ ഒരു അഭിപ്രായം എന്തായിരുന്നു? ഞാൻ എന്നെ MSc പോയി ചേർത്തു. MSc ചേർന്നായിരുന്നു? ചേർന്നു. ഏത് കോളേജിൽ? പിന്നെ തൃശ്ശൂർ ഒരു കോളേജിലായിരുന്നു. പക്ഷെ ചേർന്ന് ഞാൻ പോയില്ല. ജോസഫ് കോളേജ് ഇതെല്ലാം സെന്റ് ജോസഫ് മാഷെ റെക്കമെൻഡേഷൻ കൂടി പോയായിരുന്നു. പക്ഷേ എനിക്ക് സബ്ജക്റ്റ് ഞാൻ വിചാരിച്ച സബ്ജക്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷെ ഞാൻ തൃശ്ശൂർ അങ്ങനെ കോളേജിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മദ്രാസിലേക്ക് അച്ഛനോട് പറഞ്ഞില്ല? അച്ഛനോടല്ല, വീട്ടിലും പറഞ്ഞില്ല, ജോലിക്ക് പോകണമെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മദ്രാസിലെത്തിയത്. ഞാൻ മദ്രാസിലെത്തി എന്ന് പറഞ്ഞു. ഈ മദിരാശി നഗരത്തിലേക്ക് അന്ന് ഈ മദിരാശി ഏറ്റവും കൂടുതൽ സിനിമ കേന്ദ്രമാണല്ലോ, കോടമ്പാക്കവും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ മദിരാശി നഗരത്തിലേക്ക് യാത്ര നടത്തുമ്പോൾ ഗോപാലേട്ടൻ്റെ തീരുമാനം എങ്ങനെയായിരുന്നു? ഒരു സിനിമാ താരമാവുക? സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ സിനിമ അഭിനയിക്കുന്ന ആളുകൾ അവർ റെക്കമെൻഡേഷൻ ഞാൻ പോയപ്പോൾ ഞാൻ കണ്ടത് ഇന്നത്തെ ഏറ്റവും വലിയ സിനിമാ നടന്മാർ, ഇന്ന് അന്തരിച്ച സിനിമാ നടന്മാരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ അവസരങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ഈവൻ ഇന്നസെൻ്റൊക്കെ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചാൻസ്
കിട്ടണോ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവർ. അങ്ങനെ എല്ലാവരും തന്നെ സിനിമ കൊണ്ട്. അപ്പോൾ എനിക്കെന്താ ഇതിപ്പോൾ എപ്പം കിട്ടും, ഇവരൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയമാണ്. അപ്പം ഞാനിത് ഇങ്ങനെ പരിചയപ്പെട്ടോ പോലെട്ടൻ? വലിയ സുഹൃത്തല്ല, അപ്പോഴും സുഹൃത്തായിരുന്നു. പഴയ സിനിമ നടന്മാരൊക്കെ ഞാനവിടെ പോയി കാണലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇവരൊക്കെ അപ്പോൾ കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഒരു ദിവസം സ്റ്റുഡിയോ പോയപ്പം ഇദ്ദേഹം പിന്നെ അവിടെ നിന്ന് സ്റ്റുഡിയോൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട് മോഹൻലാൽ അന്നത്തെ മോഹൻലാൽ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു. അന്നൊക്കെ ഒരു സാമീസ് ലോഡ്ജിൽ താമസിക്കാൻ തോന്നുന്നു. സാമീസ് ലോഡ്ജി രായപ്പെട്ട കുറെ പേര് അവിടെ പോയി അത് അവിടെയാണ് പോയി കണ്ടത്. അത് കണ്ടപ്പോൾ ഇവരൊക്കെ ആ സ്ഥലം ഇങ്ങനെ നമുക്ക് ശരിയാവില്ല, നമുക്ക് ആവശ്യവും പൈസയുമാണ്. അപ്പൊ എനിക്ക് തോന്നി ഇതൊക്കെ ശരി, കുറച്ചൊക്കെ കാശാകട്ടെ, ഇനിത്തൊക്കെ സിനിമയൊക്കെ നോക്കാം. അപ്പൊ വലിയ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. മോഹൻലാലിനെ പരിചയപ്പെട്ടോ പോലെട്ടൻ? അതോ അന്നേ പറ്റും, 40 കൊല്ലങ്ങൾക്ക് എന്താണ് മോഹൻലാൽ. ഈ എന്ന് വെച്ചാൽ ഗോപാലേട്ടനും അവസരം അന്വേഷിച്ച് നടക്കുകയാണല്ലോ. ആ സമയത്ത് മോഹൻലാലും അതേ അവസ്ഥയില്ല. അല്ല, മോഹൻലാൽ സിനിമയ്ക്ക് വേണ്ടി മാത്രം നല്ലൊരു കലാകാരനാണ്. അപ്പൊ അന്നേ അദ്ദേഹത്തിന്റെ കലയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ നമുക്ക് അന്ന് ആ കലയിൽ നമുക്കും താല്പര്യമുണ്ട്. പക്ഷെ നമ്മളെ കണ്ടുപിടിക്കാനുള്ള അവസരത്തിന് ഞാൻ പോയില്ല. അതാണ് കാര്യം. അദ്ദേഹം അതിൽ തന്നെ ലയിച്ചു നിന്ന് അത് വിജയിച്ചു. അപ്പം ഞാൻ അത് എനിക്കിങ്ങനെ അത്ര ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ എൻ്റെ കാരണമൊക്കെ മോഹൻലാലൊക്കെ സാമ്പത്തികമായി വലിയൊരു മോശമില്ലാത്ത ആളായിരിക്കും. പക്ഷെ എൻ്റെ സമയത്ത് അങ്ങനെയല്ല. നമുക്ക് സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഏൺ ചെയ്യണം. കാരണം ഡിഗ്രി വരെ വളരെ സന്തോഷമായി അച്ഛനമ്മേനെ പഠിപ്പിച്ചു. ഇനിയെങ്കിലും എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ഒരു മനോഭാവം, ഒരു വാശിയായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ മദ്രാസിൽ ചെന്നപ്പം ജോലിക്ക് പോയി. 3 ദിവസത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ 3ാമത്തെ ദിവസം എനിക്ക് നഷ്ടപ്പെട്ടു, ആ ജോലി നഷ്ടപ്പെട്ടു. ജോലിയല്ല, ഇൻ്റർവ്യൂ എല്ലാം ഫെയിലായി. പിന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ നിന്ന് പിരിച്ചു വിട്ടു. പിന്നെ എൻ്റെ സ്വയം ബിസിനസ്സാണ്, സ്വന്തം ബിസിനസ്. ലോട്ടറി. ഗോപാലേട്ടൻ ആദ്യം തുടങ്ങിയ ബിസിനസ് എന്തായിരുന്നു? ബിസിനസ് എന്ന് പറഞ്ഞാൽ ആദ്യം ലോട്ടറി ചീട്ടാണ്. ലോട്ടറി ചീട്ടാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വഴിയായിട്ട് കുറേ ലോട്ടറി ചീട്ട് എടുത്തിട്ട് അങ്ങനെ എല്ലാ ഷോപ്പും കൊണ്ടുപോയി സെയിൽസ് ചെയ്യും. സൈക്കിളായിരുന്നു അന്ന്. സൈക്കിളും ഇല്ല, സൈക്കിൾ എല്ലാ ബസ്സിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, കാരണം മദ്രാസ് എനിക്ക് അറിയില്ലായിരുന്നു. ഏതെങ്കിലും ബസ്സിൽ ടിക്കറ്റ് എടുത്ത് ഒരു 20 രൂപ അല്ല 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥലത്ത് നല്ല സിറ്റി കാണുന്ന സ്ഥലമാണ് ഇവിടെ കുറച്ച് വിൽക്കാൻ പറ്റും. സിറ്റി കാണുമ്പോൾ, കാരണം എനിക്കറിയില്ല, നല്ല ടൗൺ കാണുമ്പോൾ അവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ സെയിൽസ് നടക്കുന്നത്. പക്ഷെ അന്ന് നല്ല 50% ഒക്കെ കമ്മീഷൻ ഉണ്ടായിരുന്നു. ഓരോ നല്ല കാശ്. ഗോപാലേട്ടൻ്റെ ഈ ആദ്യത്തെ ഈ ലോട്ടറി വിൽപ്പന ഡെയിലി കുറേ അധികം ലോട്ടറി വിൽക്കാൻ പറ്റുമോ? അതോ നമ്മൾ കാര്യം ബിസിനസ്സിൽ ആദ്യം പഠിക്കുന്ന പാഠം അതാണല്ലോ. ആദ്യം പഠിക്കുന്ന പാഠമില്ല, എന്ത് ബിസിനസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് എവിടെ പോയാൽ എന്ത് ബിസിനസ് നമുക്ക് ചെയ്യാന്നുള്ള ഒരു ധൈര്യം തീരുമാനിച്ചു. അപ്പോൾ കാരണം നമുക്ക് ഈ ലോകത്തിൽ ആരോടും കടം വാങ്ങിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 1 രൂപ പോലും ആരോടും നമ്മൾ ചോദിച്ചില്ല. അന്ന് എന്തെങ്കിലും എന്ത് ജോലിയും ഞാൻ തയ്യാറാണ്, ഈവൻ സപ്ലൈ ചെയ്യാനും ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല. പക്ഷേ ഈ ലോട്ടറി ചീട്ടിൽ തന്നെ ആദ്യം ആരംഭിച്ച ലോട്ടറി ചീട്ടിൽ തന്നെ എത്ര ദിവസം നിന്നു ഈ ലോട്ടറി കച്ചവടം? ലോട്ടറി ചീട്ടിൻ്റെ അതിൻ്റെ പിന്നെ ഈ ലോട്ടറി ചീട്ട് സെയിൽസിൻ്റെ കൂടെ തന്നെ അങ്ങനെയാണ് ലോട്ടറി ചീട്ട് സെയിൽസ് ചെയ്യുന്ന സമയത്താണ് എനിക്കൊരു ഡോക്ടറെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ സാധാരണ എൻ്റെ ഡിഗ്രി ഒന്നും ആരോടും പറയാറില്ല. അവരെന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഒരു വാത്സല്യം തോന്നും, ഒരു മംഗളം ഡോക്ടർ. ആ വാത്സല്യം കൂടി ഞാൻ പറഞ്ഞു ഞാൻ ഡിഗ്രി ആയി. അപ്പോൾ എന്ത് വേണമെങ്കിൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ അപ്പോൾ എന്ത് വേണം, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തും ചെയ്യല്ലോ. അങ്ങനെയാണ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് അയാളെ ബന്ധുകൾ, അത് അറിയുന്ന ഒരാൾ, അയാളെ ഭർത്താവ് എന്ന് വെച്ചാൽ അയാളെ ഭർത്താവല്ല, ബ്രദർ ഇൻകം ടാക്സ് ഓഫീസറായിരുന്നു. അപ്പോൾ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു, യൂണിവേഴ്സൽ ലാബ് എന്ന് പറഞ്ഞാൽ. അയാൾക്ക് വലിയ പ്രശ്നങ്ങളുള്ള സമയമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് വേണം എന്ന രീതിയിൽ എന്നെ റെക്കമെൻഡ് ചെയ്തു. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് വലിയ റിസപ്ഷനായിരുന്നു. കാരണം എന്താണെന്നറിയാം, എനിക്ക് തന്നെ അറിയില്ല. ഞാൻ പല ജോലിക്കും പോയപ്പോൾ ആരും മൈൻഡ് ചെയ്യാത്ത ആൾക്കാർ ഇവിടെ വന്നപ്പോൾ നല്ല കിട്ടി റിസപ്ഷനാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ റെക്കമെൻഡ് ചെയ്ത മംഗളം ഡോക്ടർ ഇൻകം ടാക്സ് ഓഫീസറായി. ആ ഇൻകം ടാക്സ് ഇവർ റെക്കമെൻഡ് ചെയ്തതിൻ്റെ പേരിൽ എനിക്കുള്ള ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ആ റിസപ്ഷൻ ആദ്യം തന്നെ കിട്ടിയിരുന്നത്. നമുക്കൊരു അവഗണന ഉണ്ടായിട്ടില്ല. അപ്പം അത് ഇന്നും നിലനിർത്തി വരുന്നത്. ഇന്ന് ആലോചിക്കുമ്പോഴേ ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് നല്ല ഇതായിരുന്നു. ലൈഫ് എന്ന് പറഞ്ഞാലും എനിക്ക് രാവിലെ 4 പേരെ കാണണം, വൈകുന്നേരം 4 പേരെ കാണണം. 4 പേരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും കാണേണ്ട ആവശ്യമില്ല.
8 പേരെ രാവിലെ വൈകുന്നേരത്ത്. അപ്പം ഭയങ്കര ടൈം കിട്ടും. അപ്പം ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് കുറേ വെയിറ്റ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഇതിൻ്റെ ഉള്ളിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ജോലി കിട്ടിയ ഉടനെ തന്നെ എനിക്ക് വേറൊരു പരിപാടി കിട്ടി. കുറി ഒരു 10 പേരെ അറിയുന്ന ആൾക്കാരാണ്, നാട്ടുകാരെന്നല്ല, അറിയുന്ന പേര് 10 പേര് ഒരു 600 രൂപേൻ്റെ വരമിച്ച് ആദ്യത്തെ ചീട്ടെടുത്ത് ഞാൻ എൻ്റെ പേമ്പിച്ചപ്പൊക്കെ അങ്ങ് വായിച്ചു. ഷൂ എല്ലാം കൂടി ഇട്ട് നല്ല നമുക്ക് വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ കുറി. ആരും മതി, അതെത്ര മതി. അത് നമ്മൾ ആ കച്ചനോട് ചോദിക്കാതെ ആ വാശി നമുക്ക് എന്നെ ചെയ്യണമെന്നുള്ളൊരു വാശി, അത് അങ്ങനെ ചെയ്തു. അപ്പോൾ ഈ കുറിയും ഇങ്ങനെ ആയല്ലോ. കുറിയുണ്ട്, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ കുറിൻ്റെ കളക്ഷൻ എടുക്കേണ്ടത് ഞാൻ തന്നെയാണ്, വേറെ ജോലിക്കാരൊന്നും വെച്ചില്ല. അപ്പം ഈ 4 മണിക്ക് 4 ഡോക്ടർ 8 മണിക്ക് പിന്നെ ബാക്കി ഭയങ്കര സമയം കിട്ടുന്നത്, ബാക്കിയുള്ള സമയമൊക്കെ കുറി ഇറക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോ സമയത്തും അന്ന് മാത്രമല്ല ഒരു കുറിയിറക്കാനുള്ള ദൂഷ്യം എന്ന് പറഞ്ഞാൽ സുദർശൻ ചിറ്റ് ഫണ്ട് ഉടഞ്ഞു പോകുന്ന സമയമാണ്. ലോകത്തിലെ അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ഒരു ചിറ്റ് ഫണ്ടായിരുന്നു സുദർശൻ ചിറ്റ് ഫണ്ട്. പൊട്ടിപ്പോകുന്ന സമയത്തായിരുന്നു, പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിത് കാര്യം, എടോ താൻ ചിറ്റ് കമ്പനിയാണെങ്കിൽ ഇതിപ്പോൾ ഇങ്ങോട്ട് വരണ്ടെന്നും വരെ പറഞ്ഞിരുന്നു. മനസ്സിലായി? അപ്പോൾ എനിക്കൊരു വാശി, ഇത് ഏറ്റവും നല്ല, അതായത് ജനങ്ങളെ സേവിക്കാൻ ഏത് വിഷയത്തിനും അച്ചുതണ്ട് ഫൈനാൻസാണ്. അപ്പം അങ്ങനെയുള്ള ഫൈനാൻസ് നമ്മൾ സത്യസന്ധമായി ചെയ്താൽ എന്താ വിജയിക്കാത്തതെന്നത് എനിക്കൊരു വാശി. അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുത്ത് അവസാനം അവർ വന്ന് ചേർന്നു, അവർക്ക് സൗകര്യം പോലെ ചെയ്തു കൊടുത്തു. പക്ഷേ ചില സമയത്തൊക്കെ 1.5% ലാഭം കിട്ടുന്ന പരിപാടിക്ക് 48% ഇൻട്രസ്റ്റ് ഞാൻ വാങ്ങി പാർട്ടി കൊടുത്തിട്ട് എൻ്റെ പേര് ആ വാക്ക് പാലിച്ചിട്ടുണ്ട്. അതാണ് അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ കഠിനാധ്വാനം. വലിയ ബുദ്ധിമുട്ടായിരുന്നു. ചിലപ്പം കൊടുത്തവർക്ക് താപ്പാൻ്റെ കിട്ടൂല. അപ്പം കിട്ടൂല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട പേയ്മെൻറ്റ് അന്ന് തന്നെ കൊടുക്കണം. അപ്പോൾ ഇത് ഈ ലോകത്തിൽ ഏറ്റവും വർഷം പിടിക്കൊരു പരിപാടിയാണ് കൊടുക്കൽ വാങ്ങൽ പരിപാടി. കാരണം നിങ്ങൾക്കറിയായിരിക്കാം, ഒരാൾക്ക് 1 ലക്ഷം രൂപ കൊടുത്താൽ പിന്നെ നിങ്ങൾ ശത്രുവായി മാറുകയാണ്. കാരണം പണം കൊടുത്താൽ തിരിച്ചു കിട്ടില്ല, നിങ്ങൾ വഴക്കുണ്ടാക്കും, നിങ്ങൾ ശത്രുവാകും. അപ്പം അങ്ങനെയുള്ള ഒരു തൊഴിലാണ് ഞാൻ ആദ്യമായിട്ട് ഏറ്റെടുക്കും. അതായത് ഏറ്റവും വലിയ റിസ്ക്കുള്ള ഒരു തൊഴിൽ. എല്ലാവർക്കും അറിയാം, കാരണം ഇത്രയും ചിറ്റ് കമ്പനികൾ നിങ്ങൾക്കറിയാം ഇവിടെ ആരംഭിച്ചെല്ലാം അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതിനൊരു രാശി ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ കൊടുക്കുന്നവരൊക്കെ നന്നായിട്ടുണ്ട്. ഞാൻ എവിടുന്ന് കാശ് വാങ്ങിയിട്ട് അവർക്ക് നഷ്ടപ്പെട്ട് കൊടുത്താൽ അവർ നന്നാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങളെ കുറി കൊണ്ട് എനിക്ക് നല്ല പ്രയോജനം കിട്ടി എന്ന് പറയുന്നവർ അന്നും ഇന്നും. അതുകൊണ്ട് ആ ദൈവികമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് ഈ ചിറ്റ് ഫണ്ട്, ഗോകുലം ചിറ്റ് ഫണ്ടിനുണ്ട്. ദൈവം അവർ പ്രത്യക്ഷത്തിൽ അവരെ ലാഭം ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യകാല അനുഭവം ഈ ചിട്ടിയായിട്ടായിരുന്നു. ആ ചിട്ടി ഇപ്പോൾ വളർന്നു, ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ എത്തി നിൽക്കുന്നു, വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു. ഇനി ഞാൻ വേറെ കാര്യം, ഈ ഗോപാലേട്ടൻ ഒരു നടനാകുക എന്ന് പറയുന്ന മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ എന്നോട് ഒരാളൊരിക്കൽ പറഞ്ഞത്, ഗോപാലേട്ടൻ ആദ്യം നിർമ്മിച്ച ചിത്രം തന്നെ സംവിധാനം ചെയ്ത് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖരനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാൻ പറ്റും. അന്ന് അത്ര കൂടുതൽ പണമൊന്നും ഗോപാലേട്ടന് ഇല്ല. അതായത് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒരു അബ്ദുള്ള ഉണ്ടായിരുന്നു. അബ്ദുള്ള എന്നോട് പറഞ്ഞു, നമുക്കൊരു ചിത്രം ഉണ്ടാക്കണം. അതാണ് ആദ്യം. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ഈ കാര്യം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു ചിത്രം ഉണ്ടാക്കി ഇത്ര കാച്ചെല്ലാം വേണ്ടേ, നമുക്ക് എന്തെങ്കിലും കാച്ചെല്ലാം വാങ്ങി പുറത്തുനിന്ന് വാങ്ങിച്ച് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ അവിടുത്തെ ഒരു 20 കണ്ണൂർക്കാരനായിരുന്നു, എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് ഇന്ന് ചന്ദ്രശേഖരൻ ഉണ്ടല്ലോ, അയാൾ അടുത്തടുത്ത ഫ്ലാറ്റിലാണ്. വിജയൻ്റെ അച്ഛൻ താമസിക്കുന്നത്, അവരുടെ ഫാമിലി താമസിക്കുന്നത് എൻ്റെ അടുത്താണ്. അപ്പം ഞാൻ അവിടെ ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഒരു സംവിധായകൻ നമുക്ക് ഇന്ന ആളുണ്ട്. അപ്പം ഞാൻ അവിടെ പോകാൻ തുടങ്ങി. ആദ്യം ഞാനതൊന്നും നോക്കിയില്ല. പിന്നെ കുറേ കാലം 2-5-6 മാസത്തെ പരിചയത്തിൻ്റെ പേരിൽ പുള്ളിക്കാരൻ പറഞ്ഞു, എന്നെ ഒരു പ്രചോദനം തന്നു, നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായി, കാരണം നല്ലൊരു കഴിവുള്ള ഒരാളാണ് അദ്ദേഹം. അന്ന് ഈ പയ്യൻ വിജയ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുക, മടിയിലൊക്കെ ഇരിക്കുന്ന പ്രായമായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് ഞമ്മൾ അറിയില്ലല്ലോ ഇങ്ങനെ ആവുന്നു. ഏതായാലും ഞാനന്ന് ഒരു നല്ല തെലുങ്ക് പടം എടുത്തു, കാശൊക്കെ വാങ്ങി. തെലുങ്ക് പടം അതിൽ അഭിനയിച്ചോ കോലേട്ടൻ? അതിൽ അഭിനയിച്ച അന്ന് എന്നോട് അഭിനയിക്കാൻ ചോദിച്ചപ്പോൾ എനിക്ക് അഭിനയിക്കണ്ട, ഞാനൊരു പ്രൊഡ്യൂസറായി മാറി. അപ്പോൾ അതിൻ്റെ ഒരു ഭാവത്തിലല്ല, പക്ഷെ കല എന്നും കലയാണ്, പക്ഷേ അതിന് സമയം എനിക്കില്ല. ഗോപാലേട്ടൻ്റെ ജീവനക്കാരിൽ ഗോപാലേട്ടൻ്റെ പാഠമാണെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ ഒരു അനുഭവം? കാരണം നിറയെ ഒരാളും രണ്ടോളൊന്നല്ല, നിറയെ പേരിപ്പുണ്ട്, അല്ലെങ്കിൽ ഈ കമ്പനി നടക്കൂല. മനസ്സിലായില്ല? അല്ലെ, ഗോപാലേട്ടനെ സ്വാധീനിച്ചിട്ടുള്ളവർ
എന്ന് വെച്ചാൽ ഗോപാലേട്ടൻ അവരെ സ്വാധീനിക്കുന്നതിനേക്കാളും ഏതെങ്കിലും ഒരു അയാളൊരു മാതൃക അത് മ്യൂച്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ നടക്കില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ആയിട്ട് ഇല്ലെങ്കിൽ നടക്കില്ല. ഞാൻ നിങ്ങളെയും സ്വാധീനിക്കണം, നിങ്ങൾ എന്നെയും സ്വാധീനിക്കണം, അപ്പം മാത്രമേ അത് നന്നായി നടക്കൂ. അതിന് ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിനുള്ള പ്രവൃത്തികൾ നമ്മൾ ഉണ്ടാക്കണം. അതിന് പല ഈഗോയിസും പല ആൾക്കും ഉണ്ടാവും. ആ ഈഗോയിസത്തിനെ നമ്മൾ മാനിക്കാതെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ പോലെ. മനസ്സിലായി? ഗോപാലേട്ടന് സാധാരണ എല്ലാവരും ഗോപാലേട്ടനെ പരിചയമുള്ളവരും ജനങ്ങളും ഗോപാലേട്ടൻ്റെ സ്റ്റാഫും ഞാനുൾപ്പെടെയുള്ള ആളുകളും ഒക്കെ പറയുന്നൊരു കാര്യം, ഗോപാലേട്ടൻ എവിടെ തൊട്ടാലും അത് ഐശ്വര്യമായിരിക്കും, അതോടെ ഒരു പരാജയം ഉണ്ടാകുക. എന്നാൽ ഗോപാലേട്ടന് ഈ ബിസിനസ് ലോകത്ത് ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും പരാജയത്തിൻ്റെ കയ്പുനീര് കിട്ടിയിട്ടുണ്ടോ? പരാജയപ്പെടാൻ ഞാൻ കൊടുക്കാറില്ല, അതാണ് കാര്യം. പരാജയം അതിൽ ഗോപാലേട്ടൻ എന്ത് പ്രിക്കോഷൻ എന്താണ്? ഗോപാലേട്ടൻ നടത്തുന്ന ശ്രമങ്ങളെല്ലാം കഠിന പ്രയത്നം, അത് ഒന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ ഒരു കഠിന പ്രയത്നമാണ് എൻ്റെ കാര്യം. കാരണം എനിക്ക് സാധിക്കാം, എൻ്റെ നോട്ടം എത്തുന്ന സ്ഥലത്ത് മാത്രമേ ഇപ്പം ഞാൻ ബിസിനസ് ശ്രദ്ധിക്കാറുള്ളൂ. നോട്ടം എത്താത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് നേരിട്ട് അറിയണമെന്നില്ല, നമ്മൾ നേരിട്ട് സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ മറ്റുള്ളവർ ഉപദേശിക്കുന്ന ഒരാളാണ്. ഒരു ബിസിനസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് പറ്റിയ വിശ്വസനായ ആൾ അത് നോക്കാനുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് നിങ്ങളെ ചെയ്യാൻ പാടില്ല. അത് ഞങ്ങൾക്ക് ഇത്രയും ബിസിനസ് ഉണ്ട്, ഞാൻ നേരത്തെ ചെയ്യുന്നൊന്നുമല്ല. അതിന് കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് ആ സ്ഥലത്ത് അവിടെ ഇരുത്തുക, തിരുത്തിയിരുന്ന് തീർച്ചയായിട്ടും അത് നടക്കും. ഈ ഗോപാലേട്ടൻ്റെ ജീവിതത്തിൽ വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ ശബരിയുടെ മരണം, മകൻ മരിച്ചത്. അപ്പോൾ ഗോപാലേട്ടൻ ഒരു പക്ഷേ എനിക്കൊന്ന് ഗോപാലേട്ടന് ഒരിക്കലും അവസാനിക്കാത്തൊരു വേദനയാണത്. ശബരിയുടെ ഓർമ്മകൾ എങ്ങനെയാണ്? ഒരു സത്യമുണ്ട്, അത് എനിക്ക് മാത്രമല്ല, ലോകത്ത് എത്ര പേരെ മക്കളെ മരണപ്പെട്ടിട്ടുണ്ട്, എത്ര ആയിരക്കണക്കിന് മക്കളെ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ നമ്മുടെ വേദന കൊണ്ടതല്ല, അവനെ വേണ്ടി ഓർമ്മിക്കാനുള്ള വഴി നമ്മൾ ഉണ്ടാക്കുക. അവൻ എൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് വരികയായിരിക്കും. അവൻ്റെ സാന്നിധ്യം എനിക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടെങ്കിൽ അത് നഷ്ടമായിട്ട് നമുക്ക് തോന്നില്ല. അവൻ്റെ പിന്നെ ബ്ലെസ്സിങ്സ്, അവൻ എന്തെല്ലോ എനിക്ക് ചെയ്തു തരുന്നുണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ക്വാളിറ്റി കൊണ്ട് മാത്രമേ നമുക്ക് അത് തോന്നും. നമുക്ക് അവൻ എന്തെല്ലോ നമുക്ക് എൻ്റെ ഞാൻ അമ്മേനെ പ്രാർത്ഥിക്കുന്നു, അച്ഛനെ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മൾ അച്ഛനെയും അമ്മേനെയും ഗുരുക്കന്മാരൊക്കെ നമ്മൾ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അപ്പോൾ അവരെ നഷ്ടപ്പെടുന്ന പ്രപഞ്ച സത്യമാണ്. ആര് മനുഷ്യനും എത്ര കാലം ജീവിക്കണമെന്ന് അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പോകും. എത്ര കാര്യമുള്ള ആൾക്കാരാണെങ്കിലും പണക്കാരനാണെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞ സാധനം, പക്ഷേ ആ ജീവിക്കുന്ന സമയത്ത് സ്നേഹത്തോടുകൂടി അവൻ്റെ കഴിവുകൾ മുഴുവനും സമൂഹത്തായിട്ട് പങ്കിടുക. എല്ലാം പങ്കിടേണ്ട, നമ്മൾ സാധിക്കുന്ന രീതിയിൽ പങ്കിടുക. ഇത് ഞാൻ ഇപ്പം ഇത് വീഡിയോ വേണ്ടി പറയുന്നതല്ല, അത് എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാം. എല്ലാം സാധിക്കുന്നവരെ മാക്സിമം ആരോടും ഞാൻ ഇല്ല എന്ന് പറയാറില്ല. 100 10 ഒന്നെങ്കിലും കൊടുത്ത് ആ സ്ഥാനത്ത് നമ്മൾ പൊന്നു വെക്കേണ്ടത് പുഷ്പം വെക്കുമെന്ന് പറയാനില്ല, അത് വെച്ച് ചെയ്യാറുണ്ട്. ഗോപാലേട്ടൻ ഒരു ശ്രീനാരായണ ഭക്തനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളാണ് ഗോപാലേട്ടൻ പലപ്പോഴും പൊതുവേദികളിലൊക്കെ പറയുന്നത്. ഇതിനിടയിലാണ് ഗോപാലേട്ടൻ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് കൊമ്പ് കോർക്കുന്നത്. അപ്പോൾ ഈ പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യവസായി എന്തിനാണ് ഈ വെള്ളാപ്പള്ളി നടേശനോട് ഏറ്റുമുട്ടാൻ പോകുന്നത് എന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഈ കുറേ കാലത്തിന് ശേഷം ഇപ്പോഴും ആ കൊമ്പ് കോർക്കലൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോഴും ഗോപാലേട്ടൻ്റെ മനസ്സിൽ ചില വിശ്വാസങ്ങളും തീരുമാനങ്ങളും ഉണ്ട്. എന്തിനാണ് വെള്ളാപ്പള്ളിയുമായി ഏറ്റുമുട്ടുന്നത്? എൻ്റെ പേഴ്സണലായിട്ട് വെള്ളാപ്പള്ളിയായിട്ട് ഒരു വ്യക്തിപരമായിട്ട് പ്രശ്നം, നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. വ്യക്തിപരമായിട്ട് അയാൾ നല്ല ബിസിനസ്സുകാരനാണ്, അയാൾ ബിസിനസ് സമ്പാദിച്ചോട്ടെ ചെയ്തോട്ടെ. പക്ഷേ ഒരു സമുദായത്തിൻ്റെ നേതാവാണെന്നും പറഞ്ഞ് ആ തലപ്പത്തിരിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടേണ്ട റൈറ്റ്സും സമ്പത്തുമൊക്കെ അത് സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോൾ അത് ഏറ്റവും വലിയ തെറ്റാണ്. അത് ചതിയാണ്, വഞ്ചനയാണ്. അതിന് എനിക്കെതിരാണ്. ആ തലപ്പത്തിരിക്കുന്നത് കൊണ്ടാണ്. അല്ലാണ്ട് എനിക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ എനിക്ക് വെള്ളാപ്പള്ളി എപ്പോഴെങ്കിലും ഒരു കോംപ്രമൈസിനോ എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? എന്നോട് എൻ്റെ പ്രസിഡന്റ് വരാമെന്ന് പറഞ്ഞാൽ അവരുടെ മകൻ വന്നിട്ട് പ്രസിഡന്റ് ആക്കാമെന്ന് SNDP പ്രസിഡന്റ് സ്ഥാനം. പക്ഷേ എനിക്ക് അടുത്ത പ്രസിഡന്റ് സ്ഥാനം തന്നെ എനിക്ക് അതായത് അയാളെ മകൻ എന്നെ പിന്നെ മിസ്റ്റർ തുഷാർ ഇവിടുത്തെ അല്ല തുഷാറും ഗുരുവായൂർ വീട്ടിൽ വെച്ച് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞ തുഷാറ്, എനിക്ക് പ്രസിഡന്റ് ഒന്നുമല്ല ആവശ്യം, ഇതിന് സ്വകാര്യമായ ഒരു അക്കൗണ്ടും ഒരു നല്ലൊരു ഇലക്ഷൻ, പിന്നെ ഈ സാധാരണക്കാരന് കിട്ടുന്ന കാശുണ്ടല്ലോ, സാമ്പത്തികമായിട്ടുള്ള കഴിവുകൾ, അതൊന്ന് മാറ്റി അത് കംപ്ലീറ്റ് അവർക്ക് എന്നെ പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അപ്പോൾ എന്നോട് പറയാം സ്വകാര്യം റെഡി, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുക എന്ന് പറയും. പക്ഷെ അതും പറഞ്ഞു പോയാൽ പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട്
നല്ല പ്രഗത്ഭരായ ആളുകൾ സ്ഥാനത്തിരുന്ന് അങ്ങനെ ആർ ശങ്കർ പോലത്തെ ആൾക്കാർ ഏറ്റവും നന്നായി കൊണ്ടുവന്ന്. അതായത് ഇന്നൊരു SNDP യോഗത്തിൻ്റെ ഒരു പ്രസിഡൻ്റായി നിൽക്കുമ്പോൾ അഭിമാനത്തോടെ ഇരിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് ആ കാലം മാറി. എല്ലാവരും ഇന്നും ഇരിക്കുന്നുണ്ട് SNDP സ്നേഹിച്ചിട്ട്. പക്ഷേ ഉള്ളുകൊണ്ട് ഞാൻ സത്യം പറയാം, ഇപ്പം TV യിൽ എല്ലാവരും കാണുമല്ലോ, ഉള്ളുകൊണ്ട് ആർക്കും ഇന്നത്തെ ഈ സമ്പ്രദായത്തോട് താല്പര്യമില്ല. പിന്നെ കുറേ കാശ് കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിന് എടുക്കുന്ന കാശ് അത് ഷെയർ ചെയ്യുന്ന കുറേ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് പിന്നെ അവർക്ക് എത്രയായാലും ഞാനത് ചെയ്യല്ല. എനിക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ല, കട്ട് പൈസ എടുത്തിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ഷെയറിങ് വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്, കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെന്നെ കണ്ടാലും എന്നോട് ആ ബഹുമാനം പ്രത്യേകമുണ്ട്. ഇയാൾ കക്കില്ല, ഇത് വെള്ളാപ്പള്ളി നടേശനെ പോലെയല്ല എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ അവർക്കുള്ളതുകൊണ്ട് എന്നോടിപ്പോൾ അവർക്ക് എല്ലാ സ്നേഹമാണ്. ഒരാളും വെള്ളാപ്പള്ളി നടേശൻ്റെ കൂടെയുള്ള ആൾ തന്നെ എന്നോട് ഇന്ന് വരെ ഒരു സ്നേഹത്തോടെ അല്ലാണ്ട് സംസാരിച്ചു. അപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ അതായത് കൊറിയ കമ്പനി മുതൽ മെഡിക്കൽ കോളേജ് വരെ നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ ഇങ്ങോട്ട് എത്രയോ സ്ഥാപനങ്ങൾ ഓരോട്ട് നടന്നു. ഒരുപക്ഷെ എനിക്കൊന്ന് ഇത്രയും വൈവിധ്യമുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന കേരളത്തിലെ ഏക വ്യവസായി ഗോപാലേട്ടനാണെന്ന് തോന്നുന്നു. കാരണം അപ്പോൾ ഗോപാലേട്ടന് ഇപ്പം എനിക്കറിയാം നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ലാഭം ഉണ്ടാക്കി തന്നെ മുന്നോട്ട് പോകുന്നു, ഹോട്ടൽ വ്യവസായം ലാഭത്തിൽ പോകുന്നു, അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഗോപാലേട്ടൻ്റെ മനസ്സിന് തൃപ്തി പകരുന്ന വ്യവസായ സ്ഥാപനം ഏതാണ് ഇതിൽ? ഞാൻ ആരംഭിച്ച ബിസിനസ്സൊക്കെ എനിക്ക് അറിയാം, ജനങ്ങളോട് ബന്ധപ്പെടുന്ന ബിസിനസ്സാണ്. കിറ്റ് നമ്മൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്. എനിക്ക് പിന്നെ ഹോട്ടൽ അതും ജനങ്ങളായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നെ ഇത് മെഡിക്കൽ കോളേജ് അതും ജനങ്ങൾക്ക് പള്ളിക്കൂടങ്ങൾ. അതെ, എല്ലാം ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ബിസിനസ് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ബിസിനസ് ചെയ്യാനാണ്. ഓക്കെ വരട്ടെ, തീർച്ചയായിട്ടും വരട്ടെ. ഈ ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് ഗോപാലേട്ടൻ്റെ ശ്രദ്ധ പോകുന്ന എനിക്കറിയാം. ഒരുപാട് ആളുകൾക്ക് അവസരങ്ങളുണ്ടാവും. ഇതിപ്പോൾ ഒരു ജൻസി യുഗമാണല്ലോ ഗോപാലേട്ട. അപ്പോൾ ഈ ആൾക്കാരെല്ലാം ഇപ്പോൾ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഗോപാലേട്ടൻ ശാസ്ത്രം പഠിച്ച ഒരാളാണല്ലോ, സയൻസ് ഗ്രാജുവേറ്റ് അല്ലേ. അപ്പോൾ ഗോപാലേട്ടന് ഈ പുതിയ ജൻസി ഒക്കെ പറയുന്ന AI ഒരു ഭ്രമം എങ്ങനെയാണ്? AI താല്പര്യമുണ്ടോ? AI ഗോപാലേട്ടൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് AI നിലപാട്? മനുഷ്യൻ്റെ ഒരു ഗുണം അതിനില്ല, കോമൺ സെൻസ്. AI കോമൺ സെൻസ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കോമൺ സെൻസ് ഇല്ലാത്ത ഒരു ജീവിതം, ഒരു മനുഷ്യ ജീവി എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റൂ. കോമൺ സെൻസ് ഉണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് ബ്രെയിനിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. അത് ഒരിക്കലും അത് ദൈവത്തിൻ്റെ കൽപ്പന തന്നെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ പകരം വയ്ക്കാൻ ഒരു AI പറ്റത്തില്ല. കോമൺ സെൻസ് ഇല്ലാത്ത മനുഷ്യനാണോ? ഇപ്പം ഒരുപാട് വിജയങ്ങൾ ഗോപാലേട്ടൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജന്മദിനത്തിൽ ആലോചിക്കുമ്പോൾ എന്തെങ്കിലും പരാജയം സംഭവിച്ചു പോയാൽ ആ പരാജയത്തിൽ തളർന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഗോപാലേട്ടനുള്ളത്, അതോ പരാജയം വിട്ടുകളഞ്ഞിട്ട് അടുത്ത സ്ഥാനത്തേക്ക് പോവുക എന്നുള്ളത്? എന്നെ ഞാൻ പറയാം, ഞാനതൊരു വലിയൊരു ബുദ്ധി ഉപയോഗിച്ചിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഞങ്ങളൊരു ടിപ്പുണ്ടല്ലേ, ഇന്ന് വരെ ഞാൻ പിന്നെ അവിടെ തന്നെ നമ്മൾ ചെയർമാനാണ്. പക്ഷേ എൻ്റെ പരസ്യം നിങ്ങൾ എത്ര പേരെ കണ്ടിട്ടുണ്ടാവും? ഉണ്ടാവില്ല. ഇന്റർവ്യൂ തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നു. പരസ്യമില്ല ഒന്ന്. രണ്ടാമത് ഈ സിനിമയിൽ എന്തുണ്ടാകുമ്പോൾ അഥവാ പരസ്യം ചെയ്യണമെങ്കിൽ ഒരു മാസം നിങ്ങൾക്കറിയാലോ, വലിയൊരു കമ്പനിക്കാർ 1 കോടി 1.5 കോടി രൂപ തന്നാലേ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഈ പൈസ ഞാൻ സിനിമയിലേക്ക് ചാറ്റി കഴിഞ്ഞാൽ പരാജയപ്പെട്ടാലും ആ സിനിമ എന്ന ഒരിതിൽ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിന് മീഡിയയാണ്. എൻ്റർടൈൻമെൻറ്റ് എന്നത് സിനിമയാണ്. അപ്പോൾ ആ സിനിമ ഇപ്പോൾ ഞാൻ എമ്പുരാൻ എന്ന സിനിമ അല്ലെങ്കിൽ കുറച്ച് നഷ്ടങ്ങളുണ്ട്. പക്ഷെ അന്ന് സമയത്ത് 1 മാസത്തോളം ഞാൻ കൊടുക്കാത്ത പരസ്യമായിരുന്നു എനിക്ക് കിട്ടിയത്. അങ്ങനെ പലത്. ഇപ്പോൾ പഴശ്ശിരാജ ഇന്ന് 15 കൊല്ലമായി ഞാൻ പരസ്യം, ഇപ്പോൾ ഏത് വേദി ഇപ്പോൾ പഴശ്ശിരാജയുടെ പിന്നെ അപ്പോൾ ഇത് ഒരു പരസ്യത്തിൽ കൊടുത്താൽ ഇത് കിട്ടൂല. ഇദ്ദേഹത്തിന് പരസ്യം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടൂല. ബട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ സിനിമയിൽ കൂടി നമുക്ക് കാണാൻ പറ്റും. അത് എനിക്ക് നല്ലപോലെ അറിയാം. സിനിമ ഒരു ലാഭമുള്ള ബിസിനസ്സൊന്നല്ല, ഒരു ഗാംബ്ലിങ്. പക്ഷേ അതേ സമയത്ത് ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യാനും ജനങ്ങളെ നമ്മുടെ ചില സന്ദേശങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഗോപാലേട്ടൻ്റെ മകൻ ബൈജു ഗോപാലനാണ്, വൈസ് ചെയർമാൻ VC പ്രവീണുമാണ്. അപ്പോൾ ഈ ഒരു പുതിയ ജനറേഷൻ, എനിക്ക് തോന്നുന്നു ഗോപാലേട്ടൻ്റെ മകളും ഒക്കെ ഇതിന് ഇൻവോൾവ് ആണല്ലോ, മരുമകളും ഒക്കെ ഇൻവോൾവ് ആണ്. അപ്പോൾ ഈ പുതിയ ജനറേഷൻ കടന്നു വരുമ്പോൾ അവരോട് ഇത്രയും കാലം ബിസിനസ് ചെയ്ത് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കിയ ഒരാൾ, ഇപ്പോൾ ഇത് കണ്ടിരിക്കുന്നവർക്കും അതൊരു കൗതുകമായിരിക്കും. അവരോട് ഗോപാലേട്ടൻ പറയുന്ന ഒരു കാര്യം എന്താ? അവരിൽ നിന്ന് ഗോപാലേട്ടൻ്റെ കഴിവുള്ളവരാണ്. ഇപ്പം നമ്മൾ പറയാ, നമ്മൾ ഒരു സ്ഥലത്ത് ചീഫ് മിനിസ്റ്റർ കൂടെ തന്നെ കുറേ ആൾക്കാരുണ്ടാവും, എല്ലാം കഴിവുണ്ട്. പക്ഷെ എല്ലാവർക്കും ചീഫ് മിനിസ്റ്റർ ആകാൻ പറ്റില്ലല്ലോ.
പക്ഷെ അവർ കൈകൊണ്ട് ചീഫ് മിനിസ്റ്റർ സ്വഭാവത്തിൽ അവർക്കൊക്കെ ചെയ്യേണ്ടവരാണ് അവർ. ചീഫ് മിനിസ്റ്റർ എന്നൊരു പൊസിഷൻ മാത്രമേ ഉള്ളൂ. അതെ. പക്ഷെ ചെയ്യേണ്ട എല്ലാ മന്ത്രിമാരും അവർക്കാണ്. അപ്പോൾ അവർ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ ചീഫ് മിനിസ്റ്റർ നല്ല പേരുണ്ടാവും. അപ്പം ചീഫ് മിനിസ്റ്റർ മാത്രം വിചാരിച്ചൊരു കാര്യം നടക്കില്ല. എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ പൊസിഷൻ നോക്കി അവർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ഈ സബ്ജക്റ്റ് നന്നായിട്ട് അപ്പം മാത്രമേ ചീഫ് മിനിസ്റ്റർ അവിടെ പോകും. അതുപോലെ എൻ്റെ ചെയർമാൻ്റെ അനുഭവം അവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ സ്റ്റാഫ് എൻ്റെ അവസാനം ഇത് എൻ്റെ അനുയായികളൊക്കെ ഇത് നല്ലപോലെ ചെയ്താലും നല്ല ബുദ്ധി ഉപയോഗിച്ച് ചെയ്താൽ മാത്രമേ ഇത് നന്നായി നടക്കും. അതാണ് എൻ്റെ. കുറച്ച് സമയമായി ഗോപാലേട്ടന് അടുത്ത യാത്രയ്ക്കുള്ള സമയമാകുന്നു. അതുകൊണ്ട് ഗോപാലേട്ടൻ ഈ ദിനത്തിൽ എല്ലാ ആശംസകളും ഈ ജന്മദിനത്തിൽ ഞാൻ നേരുന്നു. മാത്രമല്ല ഗോപാലേട്ടൻ ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ആ യാത്രയിൽ നമ്മളൊക്കെ കൂടെയുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഗോപാലേട്ട, താങ്ക് യു.